നിലമ്പൂരിൽ പി.വി. അൻവറിന് ആം ആദ്മി പിന്തുണയില്ല. തൃണമൂൽ കോൺഗ്രസ് നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യത്തിലാണ് തീരുമാനം. ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇതിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ് വിപിൻ? പി.വി. അൻവറിനായിരുന്നു ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്. അന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിലാണ് തള്ളിപ്പോയത്. ഇതോടുകൂടിയാണ് ആം ആദ്മിയും അവരുടെ നിലപാട് പുനഃപരിശോധിക്കുന്നത്. ഇപ്പോൾ പി.വി. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ്. അതുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനം എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. അത് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാനുമാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് പി.വി. അൻവറിനെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണ്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ തന്നെ ആദ്യ പിന്തുണയായി വന്നത് ആം ആദ്മി പാർട്ടിയായിരുന്നു. അതിപ്പോൾ പിൻവലിഞ്ഞിരിക്കുന്നു. ശരി, വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നിലമ്പൂരിൽ പി.വി. അൻവറിനെ ആം ആദ്മി പാർട്ടി പിന്തുണയില്ല എന്നുള്ള കാര്യം ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യത്തിലാണ് തീരുമാനം. വിപിൻ സി വിജയൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.